പാർട്ടി പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിലെ ഒരു കഠാരയായിട്ട് അല്ലെങ്കിൽ കുന്തമുനയായിട്ട് മാറുകയാണ്. നാളെയാണ് അവര് പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുന്നത് ജന്തർ മന്ദിറിന് മുമ്പിൽ. എന്തും സംഭവിക്കാം. അഭിജിത് ദീപ്കെ നാളെ എത്തും. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാം. അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം കത്തുന്ന രീതിയിലുള്ള വലിയ കലാപങ്ങളിലേക്ക് അത് മാറിത്തീരാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഭയക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ആരാണ് രാജ്യദ്രോഹികൾ എന്നാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. ആരാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ? രാജ്യദ്രോഹികൾ ആരാണെന്നൊക്കെ ഉള്ളത് കേൾക്കുന്ന ജനം വിലയിരുത്തട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം ജനങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗൗതവും ഞാനും ഒക്കെ മാധ്യമങ്ങൾ നമ്മൾ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. പക്ഷെ ആ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇന്നിപ്പോ ഒരു കുട്ടി ഇന്നലെ കഴിഞ്ഞ ദിവസം 20-ാം തീയതി മരിച്ചിട്ടുണ്ട്. ആ മരിച്ചതിന്റെ വാർത്തയടക്കം 6 കുട്ടികൾ ഇതുവരെ നീറ്റ് പരീക്ഷ എഴുതിയതിന് ശേഷം ഉണ്ടായ സമ്മർദ്ദം മൂലം മാത്രം മരിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷ എഴുതാനെടുക്കുന്ന എഫേർട്ട് എത്രയാണെന്ന് ചിലപ്പോൾ നമ്മുടെ സാധാരണ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഒരു 5 കൊല്ലത്തോളം സെക്കൻഡ് സൺഡേസും ഒന്നും ഇല്ലാതെ ഒരു പരീക്ഷ ട്രെയിനിങ്ങിന് പോയൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറിപ്പ് എന്ന് പറയുന്നത് ആകാംക്ഷ ചതുർവേദി എന്ന് പറഞ്ഞ 18 വയസ്സുകാരുടെ കുറിപ്പാണ് വന്നേക്കണം. 6ാമത് മരിച്ച ആ കുട്ടിയുടെ കുറിപ്പ് ഇതാണ്: അമ്മ, അച്ഛ, മകൾ പഠിച്ച് ഡോക്ടറാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ നീറ്റ് വീണ്ടും എഴുതാൻ എനിക്ക് ധൈര്യമില്ല. നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചു. ആദ്യ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. വീണ്ടും എഴുതിയാൽ വിജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി മരിച്ചേക്കണേണ്. ആ കുട്ടിയുടെ അച്ഛൻ കർഷകനാണ്. അവിടെ അതിൻ്റെ വരുമാനം തികയാത്തതുകൊണ്ട് വീണ്ടും പാചക ജോലിക്ക് പോകുന്ന ഒരാളാണ്. കിസാൻ കാർഡ് വഴി 3 ലക്ഷം രൂപ വായ്പ എടുത്ത് മകളെ പഠിപ്പിച്ച ഒരാളാണ്. ഇതുപോലെയുള്ള 6 കുട്ടികൾ മരിച്ചതിന് ശേഷവും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനില്ലാതെ, കഴിഞ്ഞ തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള ഗൈഡ് ലൈനുകളും പാലിക്കാതെ ഒരു പരീക്ഷ നടന്നിട്ട് ഈ നാട്ടിലാരും ചോദിക്കാനില്ലെന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അങ്ങനെ തന്നെ അങ്ങോട്ട് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചവർ വിഡ്ഢികളാണ്. ഞാൻ വിചാരിക്കുന്നത് നാളെ ഈ പാർട്ടിയുടെ ഓർഗനൈസേഷൻ എത്രത്തോളം സ്ട്രെങ്ത് ആണ് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. അവരിപ്പോൾ 3 ഉപദേശകരെ വെച്ചിട്ടുണ്ട്. അവർ 3 പേരും മിടുക്കന്മാരായിട്ടുള്ള ഒരാളുകളാണ്. ഒരാൾ IIT-ലും ഒരാൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഒരാൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. ഒരാൾ ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിം മേക്കർ ആണ്. മറ്റൊരാള് ഫിലിം മേക്കർ ആയിട്ടുള്ള ഒരാള് ധ്രുവറാത്തിയുടെ ഒക്കെ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റേ ആൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് മാത്രമല്ല, ശരിക്കും ഈ പാറ്റ എന്ന് ഉദ്ദേശിച്ചത് പുള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകളെ കുറിച്ചൊക്കെ നിരവധി പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ പാറ്റ പരാമർശം തന്നെ വന്നതെന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു അസംതൃപ്തി ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഈ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇതിനെ നേരിടാൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ CJP വക്താവായിട്ടുള്ള വിജയദ ദഹിയ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്: പീപ്പിൾ ഷുഡ് ബി കോൺഷ്യസ് സിറ്റിസൺ, ദേ ഷുഡ് സ്പീക്ക്, ദാറ്റ്സ് വാട്ട് ഡെമോക്രസി ഈസ് ഓൾ അബൌട്ട്. അതായത് ബോധമുള്ള ആളുകളായിട്ട് ജനം മാറണം. പലർക്കും ബോധമില്ല. ഇവരെ രാജ്യദ്രോഹികളാക്കുന്ന കുറേയധികം ആളുകൾക്ക്. താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമില്ലേ, മിണ്ടില്ല അവര്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് മിണ്ടില്ല അവര്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് പുറത്താക്കണം. ധർമ്മേന്ദ്ര പ്രധാനൊക്കെ ഞാൻ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ മോശപ്പെട്ട ആളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം, പണ്ടൊക്കെ നമ്മളൊരു ട്രെയിൻ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റെയിൽവേ മന്ത്രി രാജിവെക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഒരു കാര്യത്തിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്വം വേണ്ട. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അദ്ദേഹത്തിന് ചെയ്യാൻ വേറെ ഒരുപാട് പണികളുണ്ട്. BJPയുടെ ഇലക്ഷൻ മാനേജ്മെന്റിനോടൊക്കെയുള്ള നിരവധി പണികൾ ഏറ്റെടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അദ്ദേഹം അതിനൊക്കെ പോയി കിടക്കുകയും ഇതൊന്നും നോക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി കൗത്തോട് പറയാം. ഞാൻ ബലമായി സംശയിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്നുവെങ്കിൽ ഈ ലീക്കേജ് വെറുതെ അങ്ങ് നടക്കില്ല കേട്ടോ. എനിക്കൊരു സമയം തന്നെ അത് പറയാം. ഈ ഒന്നാമത്തത് നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എന്ന് പറഞ്ഞാൽ 22 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടുള്ള പരീക്ഷയാണ്. അത് 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം മെഡിസിനിൽ. അപ്പൊ ഏതാണ്ട് 300ഓളം വരുന്ന മെഡിക്കൽ കോളേജുകളിലായിട്ട് വളരെ കുറച്ച്, ഞാൻ പറഞ്ഞ MBBS സീറ്റുകൾ അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര ഒരു 12,000 സീറ്റുകളൊക്കെ ഉണ്ടാവും. ആ സീറ്റുകളിലേക്ക് വേണ്ടി ഇത്രയും കുട്ടികളൊന്ന് പരീക്ഷ എഴുതുകയാണ്. ആ പരീക്ഷ എഴുതുന്ന ഒരു കേസിൽ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 247 മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ഉണ്ടായുള്ളൂ. ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള കണക്കുകൾ കൃത്യമല്ല എനിക്ക്, പക്ഷേ ഞാൻ പറയുന്നത് ഏകദേശം അത്ര സീറ്റുകളാണ്. ആ സീറ്റുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ഇത്രയും വലിയ കുട്ടികൾ പരിശ്രമിക്കുമ്പോൾ
അവരുടെ പരീക്ഷാ പേപ്പർ ചേരുന്നു. ഓക്കെ, നമ്മളിതൊരു സാധാരണ മിസ്റ്റേക്ക് ആയിട്ട് ആളുകളെല്ലാം എടുക്കുന്നത്, ഒരു മാധ്യമവും ഇത് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാഫിയ എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് മാഫിയ, അത് സെല്ല് ചെയ്യുന്ന മാഫിയ എന്ന് പറയുന്നത് മയക്കുമരുന്ന് മാഫിയയെ പോലെ തന്നെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു മാഫിയാണ്. കാരണം എന്തുകൊണ്ടാ? 22 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഏറ്റവും ഇത് കിട്ടാൻ സാധ്യതയില്ലാത്ത കുട്ടികളെ ഒന്നാമതായി കണ്ടെത്തണം. രണ്ടാമതായി അതിൽ തന്നെ സമ്പന്നരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തണം. ഇപ്പൊ ഈ പറഞ്ഞ മരിച്ചുപോയ കുട്ടി ഈ ആകാംക്ഷയുടെ വീട്ടിൽ വിളിച്ചിട്ട് 25 ലക്ഷം രൂപ കൊണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരാമെന്ന് പറയാൻ പറ്റില്ല. കാരണം പിറ്റേ ദിവസം അത് ലീക്കാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡാറ്റാബേസ് ആളുകൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ആദ്യത്തെ ചോദ്യമല്ലേ? എവിടെ നിന്ന് കിട്ടുന്നു? ഒരേ ഒരു സ്ഥലത്ത് നിന്നേ കിട്ടാനുള്ളൂ. എവിടെയാണ്? നീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ അത് കിട്ടാനുള്ളൂ. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇത് നിസ്സാരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇന്ത്യ മുഴുവൻ ഒരു കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആളുകൾ വേണ്ടേ? നാളെ പരസ്യം കൊടുത്തുകൊണ്ടിട്ട് വരൂ, ക്വസ്റ്റ്യൻ ലീക്ക് ക്വസ്റ്റ്യൻ ഇതിന്റെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളത് ഫ്രീ ആയിട്ട് തരാം, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് നേരെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താ, ഇത് കൃത്യമായിട്ട് വളരെ രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു നെക്സസ്, ഒരു മാഫിയ നെക്സസ് ഇന്ത്യ മുഴുവൻ വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ട് ഞാനൊക്കെ ക്യാറ്റ് എഴുതാൻ പോയപ്പോ കോഴിക്കോട് നിന്ന് ഞാൻ ക്യാറ്റ് എഴുതി കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് പരീക്ഷാ പേപ്പർ ചോർന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ എന്തൊരു നാണക്കേട്. ഇത് ഒരു കാര്യം കൂടി പറയാം സാർ, രാജ്യത്തിന് തന്നെ എന്തൊരു നാണക്കേട്. ഇങ്ങനെയുള്ള ഇത് എന്താ മോദി ഭരിക്കുന്ന BJP ഉള്ളൊരു നാട്ടില് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറയുന്ന നാണക്കേട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് പൊളിറ്റിക്കൽ പാട്രേജ് ഇല്ലാതെ, രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മാഫിയക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ക്യാറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ചോർന്നാൽ പോലും ഈ പരിപാടി പൊളിയും. കാരണം വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കി ഒരാൾ വന്നാൽ തന്നെ നാളെ അന്വേഷണം വരും. അപ്പൊ ഇത് അത്രയും ബുദ്ധിയുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ഇരുന്ന് ഇപ്പൊ വെർബൽ എബിലിറ്റിയിൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എത്രത്തോളം മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ച് OMR ഷീറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ 10 ലക്ഷം 20 ലക്ഷം കൊടുക്കാനുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് OMR ഷീറ്റ് കൊടുക്കുകയും ഈ പറയുന്ന നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സിന് എത്ര, കെമിസ്ട്രിക്ക് എത്ര, അതുപോലെ ബയോളജിക്ക് എത്ര എന്നുള്ള കട്ട് ഓഫ് മാർക്കൊക്കെ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റ ശ്രമകരമായ പണിയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് 14 കൊല്ലമായിട്ടും ഞാനൊക്കെ പരീക്ഷ എഴുതുന്ന സമയം മുതൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഗൗതം അറിയേണ്ടത് ഇന്ത്യ മുഴുവൻ ഈ റാക്കറ്റ് വളരെ വ്യാപകമായിട്ടുണ്ട്. 22 ലക്ഷം കുട്ടികളിൽ 1 ലക്ഷം കുട്ടികളെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കാൻ തയ്യാറായ കോടിക്കണക്കിന് രൂപ വരും. ഇത് അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു സ്റ്റേറ്റിനേക്കാൾ എന്ത് വരും? വലിയ എമൗണ്ട് വരും. 25 ലക്ഷം 10 ലക്ഷം കൊടുത്ത് മേടിക്കാൻ തീരുമാനിച്ച. അപ്പൊ അത്തരത്തിൽ പണം ആരുടെ കൈകളിലേക്ക് പോകുന്നത്? പണ്ട് നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് ഒരുത്തരെ പിടിച്ചപ്പോ അവൻ ഒരു സാധാരണ ഡോക്ടറാണ്, 6 പേരടങ്ങുന്ന ഡോക്ടറുടെ സംഘമായിരുന്നു, അതിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയ, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ആള് ഈ രാജ്യത്തോട് ചെയ്യുന്നത് ദ്രോഹമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാർട്ടിയെ ദ്രോഹികൾ എന്ന് വിളിക്കുന്നത്? ഒരു കാര്യമുള്ള ഇതിനകത്ത് പ്രധാനപ്പെട്ടത്, ഞാൻ മോദിയെ മാത്രമായിട്ട് കുറ്റപ്പെടുന്നില്ല, ഇതിനെതിരെ യഥാർത്ഥ പ്രക്ഷോഭം ഉയർത്തിവിടേണ്ട രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കൂടി ആലോചിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റാണ്, ആകാംക്ഷയുടേത് ആത്മഹത്യയല്ല, മോദിയുടെ കീഴിൽ തകർന്ന അഴിമതി നിറഞ്ഞ സംവിധാനങ്ങളുടെ പ്രത്യാഘാതമാണ്. അന്വേഷണം, സ്ഥലം മാറ്റം എല്ലാം ഉണ്ട്, പക്ഷെ സംവിധാനങ്ങളിൽ ഒരു മാറ്റവുമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴും മന്ത്രിയായി തുടർന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ നിങ്ങൾ തകർക്കുന്നതിന്റെ അനന്തര ഫലമാണ് ചെറുപ്പക്കാരെന്ന് അനുഭവിക്കുന്നത്. തീർന്നു. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ വന്ന് അതല്ലേ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എക്സിൽ വന്നിട്ട് കുറിപ്പിട്ടിട്ട് പോകാം. എക്സ് പാർട്ടി എന്നാണ് അവരെ വിളിക്കപ്പെടുന്നത് തന്നെ ഇപ്പൊ. കാരണം കോൺഗ്രസിനെ, കാരണം എക്സിൽ വന്ന് കുറിപ്പിട്ടിട്ട് നേരെ സ്ഥലം വിടുക, പിന്നെ ആരെങ്കിലും 1-2 പേര് അവിടെ നിന്ന് പ്രസംഗിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതിപക്ഷത്തിന്റെ, അതായത് രാഹുൽ ഗാന്ധിയുടെ എക്സിസ്റ്റൻസിനെ, നിലനിൽപ്പിനെയാണ് CJP ചോദ്യം ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചോട്ടെ, ഇത് രാഹുൽ ഗാന്ധിയുടെ എക്സിസ്റ്റൻസ് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ ഇന്ത്യയിലേക്ക് മാധ്യമങ്ങളുടെ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ തന്നെ എക്സിസ്റ്റൻസിനെ തകിടം മറിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിന് നിങ്ങൾ, ഞാൻ പലവട്ടം പറഞ്ഞാണ്, ഇതിന് നിങ്ങൾ ശ്രദ്ധയോടുകൂടി അഡ്രസ് ചെയ്യണം. വെറുതെ ഇരുന്ന് അവരെ ഡയലോഗ് അടിച്ചിട്ടോ അവരുടെ പുറകിൽ ആളുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുണ്ടാവും, നമുക്കറിയില്ല. ആളുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തെ, നീറ്റിന്റെ പരീക്ഷ പേപ്പർ ചോദിച്ചല്ലോ, ഇവരുടെ പുറകിൽ ആളുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി നീറ്റ് മാത്രമാണോ? CBSEയുടെ പരീക്ഷ നടത്തിയേക്കുന്നത് വളരെ മോശമായിട്ടാണ്. കോടിക്കണക്കിന് പിള്ളേർ എഴുതുന്ന CBSEയുടെ പരീക്ഷ നടത്തിയത് മോശമാണെന്ന് മാത്രമല്ല, അതിന്റെ റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അങ്ങോട്ട് കാശ് കൊടുക്കണം. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ പരിപാടി നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. 1. 2, ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്രോളിന്റെ വില എത്രയേ? ഗ്യാസിന്റെ വില എത്രയേ? ഈ പറയുന്ന പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിൽ നേരത്തെ 10 രൂപ ഉണ്ടായിരുന്ന ചായ കുടിക്കാൻ 15 രൂപയെ.
ഇനി ബാക്കിയുള്ള ഏതിന്റെ സാധനത്തിന്റെ വിലക്കയറ്റം ഇല്ലാത്തത്? ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ മാധ്യമങ്ങളുമില്ല, ഈ പറയുന്ന പ്രതിപക്ഷവും ഇല്ല. ഗൗതം അടക്കമുള്ള ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇപ്പൊ ശ്രീലങ്കയില്, ബംഗ്ലാദേശില്, നേപ്പാളില് എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? ഈ നെക്സസ്, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും മാധ്യമങ്ങളൊക്കെ കൂടെയുള്ള ഒരു നെക്സസ്, ആ നെക്സസും ഈ പറയുന്ന പോലെ അങ്ങോട്ട് പതുക്കെ സൈലന്റ് ആകാൻ തുടങ്ങിയപ്പോഴാണ് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രതിഷേധമായി തീയായി മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷമെങ്കിലും ഉയർന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഇപ്പൊ ഈ പാർട്ടി പാർട്ടികളുടെ പിന്തുണ പിൻവലിച്ചതായിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല അവരോട്. അവര് ആലോചിക്കുകയാണ് ഇവർക്ക് നാളെ ഇതിൽ ഇവരുടെ സപ്പോർട്ട് ചെയ്യണോന്ന്. പക്ഷേ എന്താണ് CPM കൃത്യമായിട്ട് DYFI ഒക്കെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അവരെ കൂടെ. CPM നേരത്തെ തന്നെ തീരുമാനം അറിയിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അറിയിച്ചിട്ടുണ്ട്. മധുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതിനോട് അനുകൂലമായി DYFI ഒക്കെ പ്രകടനം നടത്തിയിട്ടുണ്ട്, അവരോട് ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള പാർട്ടികള് ഇത് ചേരണോ വേണ്ടെന്ന് ആലോചിച്ച് പതുക്കെ നാളെയോ മറ്റന്നാളോ 3-4 ദിവസം കഴിഞ്ഞോ തീരുമാനം എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് എന്ത് ചെയ്യും? പിന്നെ എനിക്കിപ്പോ ഇത് ഞാൻ ഗൗതത്തോട് പറയും, ഇപ്പൊ ഈ പാർട്ടി തന്നെ വലിയ മാറ്റം ഉണ്ടാക്കൂലെന്ന് നമുക്കറിയില്ല. കാരണം അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, ഇനി ഇങ്ങനെ തന്നെ പോകും എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ വയ്യ. കാരണം ഇതൊരു സൂചനയാണ്. ഇത് വലിയ തോതിൽ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ, അല്ലാതെ ഒന്നും നടക്കുമെന്ന് ഞാൻ വിചാരിക്കത്തില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്ത്യയിലെ പ്രശ്നങ്ങളിൽ ഒരു അസ്വസ്ഥരായിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണല്ലോ, 2,20,00,000 പേരും ഗൂഢാലോചനയുടെ ഭാഗമല്ലല്ലോ. ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത 2,20,00,000 പേരും ഗൂഢാലോചന ഭാഗമല്ല. ചിലരൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്, കേട്ടിട്ട് എനിക്ക് ഭയങ്കര ചിരിയാണ് പറഞ്ഞത്. എന്താണെന്നറിയാമോ? ഇവരുടെ 3 ലക്ഷം ഫോളോവേഴ്സ് കുറഞ്ഞു എന്നാണ് കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ടു ഇവരുടെ ഹർജി. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു? ഇവരുടെ 3 ലക്ഷം 2,26,00,000 നിന്ന് 3 ലക്ഷം കുറയാണ് ഇതേക്കട. എന്താ ഇത്ര കുറവുണ്ടാവാൻ? അപ്പൊ അതുകൊണ്ട് ഇതിവിടെ അസംതൃപ്തി ഉണ്ട്, ഇവിടെ വലിയ തോതിലുള്ള ജനരോഷമുണ്ട് എന്നുള്ളത് BJP സർക്കാരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നല്ലതല്ലെങ്കിൽ നാളെ രാവിലെ വരുമ്പോൾ അഭിജിത്ത് ദീപ്തിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ അടിച്ചമർത്താനോ ഒന്നും ശ്രമിക്കേണ്ട. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പോവുകയാണ്, പല കാര്യങ്ങളെയും മാറ്റാൻ പോവുകയാണ്. അപ്പം ധർമ്മേന്ദ്ര പ്രധാന മാറ്റുമോ? ധർമ്മേന്ദ്ര പ്രധാന മിക്കവാറും ആ വകുപ്പിൽ നിന്ന് മാറ്റിയേക്കും. 300% ധർമ്മേന്ദ്ര പ്രധാനം മാറ്റിയേക്കും. കൂടാതെ നമ്മുടെ ഇവിടെ നിന്നുള്ള ജോർജ് കുര്യൻ ഇപ്പൊ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു, ആ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ തോതിലുള്ള അഴിച്ചുപണിയാണ് നരേന്ദ്രമോദി ഉന്നമിടുന്നത്. അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം ഇത് തന്നെയാണ്. കാര്യം മോദിനോടും അതുപോലെ ഈ നമ്മളെക്കാളൊക്കെ വലിയ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് IBM ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് സംഭവം എന്തെങ്കിലും ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാന നാളെ രാവിലെ രാജിവെപ്പിക്കുമ്പോൾ പുള്ളിക്ക് ഒരു കുറച്ചിലുണ്ട്. പകരം മൊത്തത്തിൽ ഒരു റീഷഫിൾ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പം ഇല്ല. പിന്നെ ഒരു കാര്യം പറയാ, പ്രധാനമല്ല, ഇനി വേറെ പ്രധാനമില്ലാത്ത ആരെങ്കിലും വന്നാൽ പോലും ഒരു കാര്യമുണ്ട്, ഇത് കൃത്യമായി നടപ്പാക്കും എന്നുള്ളതിന് മോദി ഗവൺമെന്റ് ഉറപ്പുവരുത്തണം. വളരെ എഫിഷ്യന്റ് ആണ് എന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എഫിഷ്യന്റ് അല്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മറ്റേ ഇൻസ്റ്റാഗ്രാം റീൽസിലും അതുപോലെ തന്നെ മറ്റേ മീഡിയകളുടെ തള്ളലിലും മാത്രമൊന്നും കാര്യം നടക്കില്ല. ഈ അഭിജിത്ത് ദീപ്കെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി എവിടെയായിരുന്നു, അദ്ദേഹത്തിന്റെ പഠിപ്പ് പൂർത്തിയാക്കിയിട്ടാണ് പല ജോബും അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായി. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു ദൗത്യത്തിനായിട്ട് നാളെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ആരുടെയോ അസൈൻമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ല, ഗൗതം അറിയേണ്ടത്, ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ആരുടെ അസൈൻമെന്റ് ഏറ്റെടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരുപക്ഷെ ചില ആളുകൾ കോൺസ്പിരസി തിയറികൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. കൂടാതെ RSS പോലും ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് പറയുന്ന സംശയമുണ്ട്. അണ്ണാ ഹസാരയായിട്ട് ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങളുണ്ട്. അങ്ങനെ അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് പോലെയുള്ള ഒരു കാര്യമാണെന്നൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടത് എന്താ? പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഇവിടെയുള്ള ഗവൺമെന്റ് മനസ്സിലാക്കണം. ഒന്ന്, മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മറ്റേ ഇമേജ് ബിൽഡിംഗ് നടത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം ഇവിടുത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നേപ്പാളിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഈ ലോകത്തിലേക്ക് രാഷ്ട്രീയം മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 50 കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പാർട്ടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ ക്ലിക്കായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വരാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ CJP ചെയ്തിട്ടുള്ള ആദ്യത്തെ നടപടി
നമുക്ക് അവരെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ 3 പേരാണ്. ആ 3 പേരിൽ ഈ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇദ്ദേഹം പോയി, ഇദ്ദേഹത്തിന് ജോലി ഓഫറുകൾ കിട്ടുമായിരുന്നു, മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങളാണ്, അവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ഇതെല്ലാം കൂടി നിൽക്കുമ്പോഴും നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ 3 പേരെ അവർ പ്രഖ്യാപിച്ചു. ആ 3 പേരാരാണ്? അതിൽ മൂന്നാമനായി പ്രഖ്യാപിച്ചേക്കുന്ന ആളെന്ന് പറഞ്ഞാൽ IIT കാൺപൂരിലെ ആലുമിനി ആണെന്ന് മാത്രമല്ല, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ച ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ എല്ലാം കൊണ്ടും വിവരവും വിദ്യാഭ്യാസവും ഉള്ള പിള്ളേരാണ് ഇറക്കി തിരിച്ചേക്കുന്നത്. വിവരമുള്ളവനെയും വിവേകമുള്ളവനെയും വിദ്യാഭ്യാസമുള്ളവനെയും ഒക്കെ ഭയക്കണം. അവൻ ഈ കളികളും അഭ്യാസവും ഒക്കെ അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് വിളിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾക്ക് രമ്യമായ പരിഹാരം ഉണ്ടാക്കുകയും ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം പ്രകാശ് രാജ്, സോനം വാങ്ചുങ്, അങ്ങനെയുള്ള നിരവധി ആളുകളാണ്, പ്രമുഖരാണ് ഇവർക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഈ സോനം വാങ്ചുക്ക് ആരാണ്? നേപ്പാളില് ജൻസി കലാപം, സോനം വാങ്ചുക്ക് കാശ്മീരിൽ ലേ ലഡാക്കില് അദ്ദേഹം വലിയ ജനസമ്മതനായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ ആളുകൾ ഇവരുടെ ഒപ്പം ചേരാൻ വേണ്ടി കൂടി തയ്യാറെടുത്താൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു മൂവ്മെന്റായി മാറും. ആ ആളുകളെ ഉൾക്കൊള്ളാനായിട്ട് അഭിജിത് ദീപ്കയോ, ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ അഭിജിത് ദീപ്കയേക്കാൾ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ തന്നെ അതിന്റെ തലപ്പത്തേക്ക് വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടാൽ ഈ കെട്ടിപ്പൊക്കിയ സംഭവമൊക്കെ തകർന്നു പോകുന്നുള്ളത് മനസ്സിലാക്കണം. 2024 നമ്മൾ അതിന്റെ ഒരു സിംറ്റം കണ്ടു. അത് ഇനി വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തർ മന്ദറിൽ അവർ മനസമാധാനത്തോട് സമരം ചെയ്തോട്ടെ എന്ന് BJP വിചാരിക്കുകയും അതിനുശേഷം അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും വേണം. ഇപ്പം ഇവരുടെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാലേ നേരത്തെ നിന്ന് കുറെ അധികം അപ്ഡേഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി നേരത്തെ തൊഴിലില്ലാത്തവരുടെ എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പം വോയിസ് ഓഫ് ദ ബേൺഡ് ഔട്ട് യൂത്ത് എന്നാണ്. ഈ അത് മാത്രമല്ല ചില സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനാണ് അത് ഒഴിവാക്കിയെന്ന് അറിയില്ല. അല്ല, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ചില സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊരു തമാശയായിട്ടും ഒരു ഹാസ്യാത്മകമായിട്ടുള്ള കാര്യവുമായിട്ടാണ് അവർ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ കുറെ കൂടി സീരിയസ് ആയി ഗൗരവത്തിൽ ഇത് കാണേണ്ടതുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടേണ്ടത്. ഉദാഹരണത്തിന് അനിൽ അംബാനിയുടെയും അതുപോലെ അദാനിയുടെയും ഒക്കെ തന്നെ ചാനലുകൾ ഒഴിവാക്കും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അവരുടെ ചാനലുകളെ മാത്രമായിട്ട് അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആദ്യം ഉണ്ടായത് ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായിട്ടാണ് അവർ ചെയ്തതെങ്കിൽ ഇപ്പൊ അവർ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇപ്പൊ പോലും അത് പൂർണ്ണമായിട്ടില്ലെന്നാണ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ കുറെ കൂടി ഗൗരവത്തിലുള്ള ആളുകളായി ഇവോൾവ് ചെയ്ത് വന്നാൽ നാച്ചുറലി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും മനസ്സിലായി. വലിയ വലിയ തോതിലുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ആദ്യ സ്റ്റെപ്പ് ഇപ്പൊ അവരെടുത്തിരിക്കുന്നു. ഇനി ഈ ആളുകള് ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു ദുരൂഹത എന്ന് പറയുന്നത്, ഇത് കോക്രോച്ച് എന്നുള്ള പേരിൽ പല പാർട്ടികൾ പാകിസ്ഥാനിലുണ്ട്. കോക്രോച്ച് അവാമി ലീഗ്, അങ്ങനെ പല പേരുകളിൽ. ഗൗതം അറിയേണ്ടത്, ഈ കോക്രോച്ച് എന്നുള്ള പേര് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ട്. ഇപ്പൊ പോളണ്ടില് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ പാർട്ടികൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമല്ല ഇത്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ തന്നെ എനിക്കൊണ്ട് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 3 രാജ്യങ്ങളിൽ ഇതുപോലെ പാർട്ടികൾ വന്ന്. അതുപോലെയുള്ള പാർട്ടികളൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പലപ്പോഴും നിങ്ങൾ അറിയേണ്ട ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? മനസ്സിലായോ? ഇപ്പൊ ഇവിടെ അങ്ങനെ ട്രിഗർ ചെയ്യപ്പെട്ടേക്കുന്നത് നീറ്റിന്റെ പരീക്ഷയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമാണ്. അപ്പൊ അങ്ങനെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് നേരത്തെ തന്നെ ഈ അസംതൃപ്തിയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യത്തെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ 49% പേര് പാകിസ്ഥാനിൽ നിന്നാണ്, കോക്രോച്ച് എന്ന് പറഞ്ഞ വേർഡ് പാകിസ്ഥാനിൽ കുറച്ച് പാർട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നാളെ ആളുകളെ കൂടി സംഘടിപ്പിക്കാനും തെരുവിൽ ഇറക്കിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് പിടിച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അഭിജിത് ദീപ്കെ വരുമ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ട് സ്വീകരിച്ച് ചർച്ച ചെയ്യുവാന്നുള്ളതാണ്. ഇവർ യഥാർത്ഥത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണല്ലോ. രാജ്യത്തിന്റെ തീർച്ചയായിട്ടും സിസ്റ്റത്തിലെ ഇററാണല്ലോ ഇവർ ചൂണ്ടിക്കാണിച്ചത്. സോ ഫാർ അവർ പ്രവർത്തിച്ചതും അവർ പറഞ്ഞതും എല്ലാം രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരുപാട് യുവജനങ്ങള് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ഒരു താല്പര്യം ഇല്ലാണ്ട് മടുത്തിട്ട് പുറത്തു പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആവാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണത്? ഗൗതം അറിയേണ്ടത് അതാണിത് ഗവൺമെന്റ് ഗുരുതരമായിട്ട് കാണേണ്ടത്. ഇപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം എന്താ, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഗുജറാത്തിൽ നിന്ന് മറ്റ് ഏത് സംസ്ഥാനത്തു നിന്നും നാളെ അമേരിക്കൻ ബസ് കിട്ടിയ ആളുകൾ പോകില്ലേ?
ഇപ്പൊ ഇന്ത്യയുടെ ഒരു മന്ത്രി പണ്ട് പറഞ്ഞു, അതായത് ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് കിടക്കാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പകുതി ബംഗാൾ ഫ്രീ ആവും എന്ന് പറഞ്ഞു. ശരിയാണ്, ബംഗ്ലാദേശി. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ അമേരിക്കയിലോട്ട് എത്ര പേർക്ക് വിസ കിട്ടിയ എല്ലാവരും തന്നെ പോയി കളവില്ലേ. അപ്പൊ അതുപോലുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോസ്റ്റണിൽ പഠിച്ച, വേണമെങ്കിൽ അവിടെ ജോലി ചെയ്ത് കണ്ടിന്യൂ ആവുന്ന അഭിജിത്ത് ദീപ്കെ കേരളത്തിലേക്ക് വരുന്നു. ഇനി ഇത് കൂടാതെ അവരുടെ 3 പ്രിയ ഇപ്പൊ മെയിൻ ഈ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണെ വെച്ചിരിക്കുന്നു. ആ സ്പോക്സ് പേഴ്സൺ ആരാ? ഒന്ന് IIT-യിൽ പഠിച്ചിട്ടുള്ള, ഒന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ഒരാള്. ബാക്കി 2 പേരും തന്നെ ഇതേപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അവരുടെ കരിയറുകൾ കൊണ്ട് വളരെ സുഖമായി ജീവിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത് ഉപേക്ഷിച്ച് വരുന്ന ആളുകളെ ഇവിടെയുള്ള യുവജനങ്ങൾ വിശ്വസിക്കാതിരിക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ സത്യം പറഞ്ഞ ശശി തരൂരിന് അവർക്ക് വേണമെങ്കിൽ അവിടെ ഇന്ത്യക്ക് വേണ്ടി എന്തിനു പ്രവർത്തിക്കുന്നു. അതിന്റെ ഇപ്പൊ അതാണ് പ്രശ്നം. അതായത് ഒരു സാധാരണ പയ്യൻ കേൾക്കുമ്പോൾ അവന്റെ ഏറ്റവും വലിയ സ്വപ്നം അമേരിക്കയിൽ നിൽക്കണമെന്നാണ്. അപ്പൊ അമേരിക്കയിൽ ജോലിയും കിട്ടും, കുഴപ്പമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ വരുമാനം കളഞ്ഞ് ഒരുത്തിന് ഇങ്ങോട്ട് വരുന്നു. അത് കൊള്ളാലോ, എന്നാ പിന്നെ അവനെ കേട്ടേക്കാന്ന് വിചാരിക്കില്ലേ? അവരെ കേട്ടേക്കാന്ന് വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. IIT കാൺപൂരിൽ നിന്ന് പഠിച്ചിട്ട് ലണ്ടൻ സ്കൂൾ, IIT നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കോടികൾ ഓഫർ ചെയ്യപ്പെട്ട ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടുന്ന കൂടാതെ IIT കാൺപൂരിൽ നിന്ന് പോയിട്ട് നിങ്ങൾ അറിയേണ്ടത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും കൂടി പഠിച്ചു ഒരുത്തൻ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആളുകളെ വലിയ തോതിൽ സ്വാധീനിക്കും. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ശശി തരൂർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ബഹുമാനമുള്ള എന്താ രാജീവ് ചന്ദ്രശേഖരനോടുള്ളത്? കാരണം അവരൊക്കെ വലിയ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ആളുകളാണ്. ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ച് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മിഡിൽ ക്ലാസിന്റെ, ആസ്പയറിംഗ് മിഡിൽ ക്ലാസിന്റെ ചോദനകളെ ഉത്തേജിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെ വെറുതെ രാവിലെ എഴുന്നേറ്റ് രാജ്യദ്രോഹി, മറ്റേ നീ പോടാ പാകിസ്ഥാനിലേക്ക് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. പിന്നെ അതിന് അല്ലെങ്കിൽ നമുക്കറിയില്ല, നമ്മളല്ലല്ലോ, നമ്മുടെ കീഴിൽ അന്വേഷണ ഏജൻസികളൊന്നുമില്ല. അടക്കം CBI അടക്കമുള്ള നിരവധി അന്വേഷണ ഏജൻസികളില്ലേ, ഇവരെ കുറിച്ച് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യട്ടെ? ഇവർക്കെതിരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അറസ്റ്റ് ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം വരെ വിചാരിച്ച അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല അറസ്റ്റ് ചെയ്യപ്പെടും. അറസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് മൊത്തം ഉണ്ടായേക്കും. കലാപം നമ്മൾ അവനെ വിളിക്കണ്ട, പക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും. ഒന്ന്. രണ്ടാമത്തത്, അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ട പോലെയല്ല, മിക്കവാറും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇതിന്റെ കൂട്ടായ്മകൾ കുറച്ചുകൂടി കരുത്താർജിക്കും എന്നുള്ളതാണ് ചരിത്രം എപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അറസ്റ്റ് അവരെ ആളിക്കത്തിക്കാനേ സഹായിക്കുള്ളൂ. അവരുടെ സ്ട്രക്ചർ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഇപ്പൊ അവരുടെ സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലടക്കം അവര് ചില ആളുകളെ അപ്പോയിന്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അതായത് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളിപ്പോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, റിപ്പോർട്ടർ TV-യിൽ ഈ കോക്രോച്ച് പാർട്ടിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഇടപെടുന്ന ഒരു പയ്യൻ വന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സുനിത ദേവദാസ് ഒരു ലേഡിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവര് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളാന്ന് പറഞ്ഞ് ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു സിസ്റ്റം അവർ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. ആ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതിനിടക്ക് ഇവരൊക്കെ തന്നെ പേടിച്ചങ്ങോട്ട് ഓടിപ്പൊക്കോളും ജയിൽ കണ്ടിട്ടെന്നൊന്നും ഗവൺമെന്റ് വിചാരിച്ചു. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് വലിയ സഹായകരമാകുമെന്ന് മാത്രം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ആകാംക്ഷ ചതുർവേദിയുടെ അച്ഛൻ, ഇനി ചതുർവേദി, അയാളുടെ മകള് 18 വയസ്സിൽ മരിച്ചുപോയി. അയാൾ ഇനി ചതുർവേദി പേടിച്ച് ഇന്ത്യ വിട്ട് പോയി കളയോ? അയാൾ രാജ്യദ്രോഹിത്തെ വിളിക്കാൻ പറ്റുമോ നമുക്ക്? അയാളെ പേടിച്ചു പോയി കളയോ? 6 പേരങ്ങനെ മരിച്ചേക്കണേ. ശരി, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അഭിജിത്ത് ദീപ്കെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ അവരെ സഹായിക്കുകയാണ്, പ്രൊമോട്ട് ചെയ്യാണ്. ഒരു സംശയമില്ല. അത്തരം മണ്ടത്തരങ്ങളിലേക്കൊന്നും കിടക്കൂല. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഏകാധിപതികൾ സ്വഭാവം കാണിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു പരിധി കഴിയുമ്പോഴേക്കും അവരുടെ ഒരു ലോജിക്കൽ തിങ്കിങ് ഒക്കെ നഷ്ടപ്പെടുകയും പലപ്പോഴും പല മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും, ഇപ്പൊ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സമയത്ത് അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കും. അതെന്ന് വെച്ചാൽ ഒരു ഫെയ്റ്റാണ്, അവരുടെ ഒരു വിധിയാണ്. കാരണം ഒരു മാറ്റം അനിവാര്യമാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് സംഭവിക്കും. മനസ്സിലായി? അപ്പൊ അതൊക്കെ നാച്ചുറലി ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത് അറസ്റ്റ് ചെയ്യരുതെന്നാണ് ഒന്ന്. രണ്ടാമത്തത്, അവർക്കെതിരെ കോൺക്രീറ്റ് ആയിട്ട് തെളിവുണ്ടെങ്കിൽ ഗവൺമെന്റ് പുറത്തു വിടണം. ഒന്ന്. രണ്ടാമത്തത് അതല്ല എന്നുണ്ടെങ്കിൽ അവരോട് ചർച്ചയ്ക്ക് വിളിക്കണം. ഇനി രണ്ടാമത് അവരെ ചർച്ചയ്ക്ക് വിളിച്ചാലും ഇല്ലെങ്കിലും ഈ പരീക്ഷകളും ഇന്ത്യയിലെ സംവിധാനങ്ങളും ഒക്കെ ശരിയാക്കണം. അല്ലാതെ ചപ്പടാച്ചി കൊണ്ടൊന്നും കാര്യമില്ല, വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ടും കാര്യമില്ല.